ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ. ഇറ്റ്സ് മീ അഫ്സൽ. ട്രാവൽ വിത്ത് അഫ്സൽ ബ്രോ എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ചങ്ങാതിമാരെ, നമുക്കൊരു ചെറിയ യാത്ര നടത്തിയാലോ? മഞ്ചേരി കോവിലകം കാണാൻ വേണ്ടി പോയാലോ? മലപ്പുറം ജില്ലയിലെ മഞ്ചേരിയിലാണ് ഈ ഒരു കോവിലകം സ്ഥിതി ചെയ്യുന്നത്. മഞ്ചേരി പുതിയ കോവിലകം എന്നാണ് അറിയപ്പെടുന്നത്. ഒരുപാട് പഴക്കമുള്ള ഒരു കോവിലകമാണ്. 800 വർഷം പഴക്കമുണ്ട് അതിന്. ഏതായാലും അതിൻ്റെ കുറച്ച് കാഴ്ചകളും കാര്യങ്ങളൊക്കെ നമുക്ക് പോയി നോക്കാം. നമ്മുടെ ചാനലിൽ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആളുകൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ അമർത്തുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഞാനിപ്പോൾ നിൽക്കുന്നത് മഞ്ചേരി കോവിലകത്തിൻ്റെ 8 കെട്ടുള്ള ആ പുരയുടെ മുൻവശത്താണ്. ഏതായാലും നമുക്ക് ഇതിനുള്ളിലേക്കൊന്ന് കയറി നോക്കാം എന്തൊക്കെയാണ് ഇതിനുള്ളിലെ കാഴ്ചകൾ എന്നുള്ളത്. മഞ്ചേരി കോവിലകത്തിൻ്റെ ചരിത്രം പറയുമ്പോൾ ഏകദേശം ഒരു 800 വർഷം പിറകിലേക്ക് നാം സഞ്ചരിക്കേണ്ടതുണ്ട്. വള്ളുവനാട് അധിപനായിരുന്ന വള്ളുവക്കോനാതിരി നാടുവാണിരുന്ന കാലം. ആ കാലത്ത് അവരുടെ പദവിയിൽ ഇരുന്നവരാണ് ഈ കോവിലകത്തുകാർ. എട്ടുകെട്ടാണ് ഈ കോവിലകം. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള കെട്ടിടത്തിന്റെ മുൻവശം നവീകരിച്ചിട്ടുണ്ട്. 2 നടുമുറ്റവും പൂമുഖവും പാട്ടുതറയും കളപ്പുരയും പത്തായപ്പുരയും അടങ്ങിയ താഴത്തെ നിലയും 4 കിടപ്പുമുറികളും വലിയ ഹാളുമുള്ള മുകൾ നിലയും അടങ്ങുന്നതാണ് ഈ രാജ്യഹാർമയം. എൻ്റെ പിറകിൽ കാണുന്നതാണ് മഞ്ചേരി കോവിലകം ആൽത്തറ. ഒരുപാട് വർഷം പഴക്കമുള്ള ഒരു ആൽമരാണിത്. മഞ്ചേരി പൂരം എന്ന് പറഞ്ഞാൽ 13 ആനകളൊക്കെ ഉണ്ടായിരുന്നു എന്നാണ് ഇവിടുത്തെ ആളുകൾ പറഞ്ഞത് പണ്ട് കേട്ടോ. മഞ്ചേരി കോവിലകത്തെ പൂരം എന്ന് പറയുമ്പോൾ 13 ആനകൾ ഇവിടെ കോവിലകത്ത് ഉണ്ടായിരുന്നു. ഇപ്പം വാടകയ്ക്കാണ് ആനകൾ എടുക്കാറില്ല എന്ന് പറഞ്ഞപ്പോൾ 2 വർഷമായിട്ട് മഞ്ചേരി പൂരം നടക്കുന്നില്ല. ഒരു ഫേമസ് ആയിട്ടുള്ള ഒരു പൂരം തന്നെയായിരുന്നു മഞ്ചേരി പൂരം കേട്ടോ. അതാ ഈ പാടം കണ്ടത്, ഈ പാടം ഫുള്ള് ആളുകളായിരുന്നു. പിന്നെ അതേപോലെ ഇവിടെ കച്ചവടക്കാരും തിരക്കും ഒച്ചപ്പാടും ബഹളും വൻ സംഭവമായിരുന്നു മഞ്ചേരി പൂരം കേട്ടോ. അപ്പോൾ മഞ്ചേരി പൂരം നടക്കുന്ന ആ ഒരു പാടത്താണ് ഞാനുള്ളത്. അവിടെയാണ് ആൽത്തറ ഉള്ളത്. പിന്നെ ഇവിടെ ഒരുപാട് ആൾക്കാർ വയനാട്, കോഴിക്കോട്, പാലക്കാട്, മലപ്പുറം ജില്ലയിലെ പല പ്രദേശങ്ങളിൽ നിന്ന് ഒരുപാട് ആൾക്കാർ ഈ ഒരു പൂരം കാണാൻ വരാനുണ്ടായിരുന്നു. ഇപ്പോൾ ഒരു 1-2 വർഷമായിട്ട് ഈ പൂരം നടക്കുന്നില്ല, കാരണം കോവിഡിൻ്റെ പ്രശ്നമായതുകൊണ്ട്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ആനകളും പിന്നെ കച്ചവടക്കാരും ഒച്ചപ്പാടും ബഹളും ഫുള്ളൊരു തിരക്കായിട്ടുള്ളൊരു ഫേമസ് ആയിട്ടുള്ള ഒരു പൂരം തന്നെയായിരുന്നു ഈ ഒരു മഞ്ചേരി പൂരം. പഴമയുടെ പ്രൗഢി അതുപോലെ മങ്ങലേൽക്കാൻ നിലനിൽക്കുന്ന ഒരു കോവിലകമാണ് നമ്മളെ മഞ്ചേരി കോവിലകം കേട്ടോ. മഞ്ചേരി പുതിയ കോവിലകം എന്നാണ് അറിയപ്പെടുന്നത്. നമ്മളെ പാണ്ടിക്കാട്, വണ്ടൂർ അതുപോലുള്ള ഒരുപാട് സ്ഥലങ്ങളിൽ അന്ന് കരം പിരിച്ചിരുന്നത് ഈ മഞ്ചേരി കോവിലകത്തുകാരാണ്. ഇതൊക്കെ മഞ്ചേരി കോവിലകത്തിൻ്റെ സ്ഥലങ്ങളായിരുന്നു കേട്ടോ. ഏക്കറുകളോളം പരന്നു കിടക്കുന്ന സ്ഥലങ്ങളായിരുന്നു മഞ്ചേരി കോവിലകത്തിൻ്റെ അധീനതയിൽ എന്നാണ് പറയപ്പെടുന്നത്. ഈ കാണുന്നതാണ് പത്തായപ്പുര. 8 കെട്ടിൻ്റെ മുൻവശത്തായിട്ടാണ് ഈ ഒരു പത്തായപ്പുര സ്ഥിതി ചെയ്യുന്നത്. പത്തായപ്പുരയോട് ചേർന്നിട്ടാണ് മഞ്ചേരി കോവിലകത്തിൻ്റെ അമ്പലക്കുളം സ്ഥിതി ചെയ്യുന്നത്. വളരെ മനോഹരമായ ഒരു അമ്പലക്കുളം തന്നെയാണത്.
ഈ കാണുന്നതാണ് അമ്പലക്കുളം. ഇതിന് മുകളിലായിട്ടാണ് കുന്നത്തമ്പലം സ്ഥിതി ചെയ്യുന്നത് കേട്ടോ. 126 പടവുകൾ കയറി വേണം കുന്നത്തമ്പലത്തിൽ എത്തിച്ചേരാൻ. ഇതിനോട് ചേർന്നിട്ട് 2000 വർഷം പഴക്കമുള്ള ഒരു ദേവീക്ഷേത്രവുമുണ്ട്. കുലശേഖര സാമ്രാജ്യത്തിൻ്റെ ആ ഒരു ശിഥിലീകരണത്തോടു കൂടിയാണ് മഞ്ചേരി കോവിലത്തുകാർ രൂപം കൊള്ളുന്നത്. അന്ന് നികുതി പിരിക്കാനും അതേപോലെ ഒത്തുതീർപ്പ് കൽപ്പിക്കാനൊക്കെ മഞ്ചേരി കോവിലത്തുകാർക്ക് അധികാരം ഉണ്ടായിരുന്നു കേട്ടോ. വണ്ടൂർ, പാണ്ടിക്കാട് അതുപോലുള്ള പ്രദേശങ്ങളിലൊക്കെ നികുതി പിരിച്ചിരുന്നത് മഞ്ചേരി കോവിലത്തുകാരായിരുന്നു. മഞ്ചേരി കോവിലകത്തിൻ്റെ ചരിത്രങ്ങൾ എവിടെയും എഴുതി വെക്കപ്പെടാത്തത് കൊണ്ട് തന്നെ ആളുകളോട് ചോദിച്ചറിഞ്ഞ കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. യാത്രാലോകത്തെ പുതിയ കാഴ്ചകളും പുതിയ വിശേഷങ്ങളുമായി നമുക്ക് മറ്റൊരു എപ്പിസോഡിൽ കാണാം. ബായ്.